ബാറിലെ തണുപ്പിൽ നിന്നും രാത്രിയുടെ നേരിയ ചൂടിലേക്ക് മാധവൻ കാലെടുത്ത് വെച്ച്. കഴിച്ച മദ്യത്തിൻ്റെ ആലസ്യം ചെറിയൊരു മയക്കമായിട്ട് അയാൾ തഴുകുന്നുണ്ടായിരുന്നു. കീശയിലെ പേഴ്സെടുത്ത് ബില്ലടച്ച ശേഷം ബാക്കി കിട്ടിയ നോട്ടുകൾ മടക്കി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പാതയോരത്ത് മങ്ങിയ വെളിച്ചത്തിൽ മെലിഞ്ഞുണങ്ങിയ ഒരു പെൺകുട്ടി അയാളെ നോക്കി കൈനീട്ടി നിൽക്കുന്നു. കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ, നിസ്സഹായതയുടെ നിറഞ്ഞ കണ്ണുകൾ. അവളുടെ നോട്ടം ആരുടെ മനസ്സിലും ഒരലിവുണ്ടാക്കാൻ പോകുന്നതായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ മാധവൻ്റെ മനസ്സിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. കീശയിലിരുന്ന ബാക്കി തുക എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ അയാൾ ആ പെൺകുട്ടിയുടെ കൈവിളിയിൽ വെച്ചു കൊടുത്തു. നന്ദി സാർ, ഒരുപാട് നന്ദി. അവളുടെ സ്വരം നേർത്തതായിരുന്നു, എന്നാൽ അതിൽ അളവറ്റ സന്തോഷം നിറഞ്ഞിരുന്നു. ഞാനിതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നു. എനിക്ക് ഈ പൈസ മതി, വയറ് നിറയെ കഴിക്കാൻ ഈ പൈസ മതി. അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ കണ്ണുനീര് മാധവൻ്റെ ഹൃദയത്തിൽ ഒരാന്തലുണ്ടാക്കി. വെറും വിശപ്പടക്കാൻ വേണ്ടിയുള്ള ഈ യാചന. ബാറിൽ മദ്യത്തിനായി താൻ മുടക്കിയ തുകയും അവളുടെ വിശപ്പും തമ്മിലുള്ള അന്തരം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. വരൂ മോളെ. അയാളുടെ സ്വരത്തിൽ വാത്സല്യം നിറഞ്ഞു. അയാൾ അവളെയും കൂട്ടി അടുത്തുള്ള ചെറിയൊരു ഹോട്ടലിലേക്ക് നടന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിലെ മറ്റുള്ളവർ കൗതുകത്തോടെ അവരെ നോക്കി. ധനികനായ ഒരു മദ്യപാനിയും തെരുവിലെ ഒരു യാചക പെൺകുട്ടിയും ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവർക്കൊരു പുതിയ കാഴ്ചയായിരുന്നു. അവൾ വളരെ വേഗത്തിൽ ആർത്തിയോടെയും ഭക്ഷണം കഴിച്ചു. ഓരോ ഉരുളയും അവളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് പോലെ എത്തും. മാധവൻ അവളെ തന്നെ നോക്കി. ഇവളെപ്പോലൊരു പെൺകുട്ടി ഈ നഗരത്തിൽ താമസിക്കുന്നു. നഗരത്തിൽ എങ്ങനെ ഇവൾ അതിജീവിക്കുന്നു? അയാളുടെ മനസ്സ് വേദനയോടെ ചിന്തിച്ചു. തെരുവുകളുടെ ക്രൂരതയും രാത്രിയുടെ ഭീകരതയും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ നീളുന്ന അനേകം കൈകളും അയാൾക്കറിയാമായിരുന്നു. അവൾക്ക് വയറു നിറയുവോളം ഭക്ഷണം, പിന്നീട് നല്ലൊരു കടയിൽ കയറി ഉടുക്കാൻ പുതിയ വസ്ത്രങ്ങളും അയാൾ വാങ്ങി നൽകി. പുതിയ വസ്ത്രത്തിൽ അവൾക്കൊരു വല്ലാത്ത ഭംഗി തോന്നി. മാധവൻ്റെ മനസ്സിൽ അവളൊരു മോളായി. അയാൾ അവളെ ചേർത്ത് നിർത്തി. യാത്ര തിരിക്കും മുമ്പ് മാധവൻ ചോദിച്ചു, ഞാൻ നിന്നെ എവിടെ ഇറക്കണം? അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു, അടുത്തുള്ള പള്ളിയുടെ മുമ്പിൽ. അവളെ അവിടെ ഇറക്കി യാത്ര പറഞ്ഞ് അയാൾ കാറോടിച്ച് പോകുമ്പോഴും അവളുടെ മുഖം അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. അന്നത്തെ രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ നിസ്സഹായത നിറഞ്ഞ കണ്ണുകൾ, അവളുടെ വിശപ്പ്, ഈ നഗരത്തിലെ അവളുടെ രാത്രികൾ, ഇതെല്ലാം അയാളുടെ ഉറക്കം കെടുത്തിയപ്പോൾ ചിന്തകൾ കാടുകയറി. അനാഥാലയത്തിലെ തൻ്റെ കുട്ടിക്കാല സുഹൃത്ത് അൽഫോൺസയെ മാധവന് ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൺസ പറഞ്ഞ വാക്കുകൾ മാധവൻ്റെ ചെവിയിൽ മുഴങ്ങി. നമ്മുടെ കടപ്പാട് നമ്മളെ സഹായിച്ചവരോടല്ല, നമുക്ക് സഹായം ആവശ്യമുള്ളവരോടാണ്. ഉടൻ തന്നെ അയാൾ എഴുന്നേറ്റു വണ്ടിയുമായി പുറപ്പെട്ടു. പള്ളിയും പരിസരവും അയാൾ തിരക്കി. കണ്ടില്ല. തെരുവുകളിലെ ചവറ്റുകുട്ടകൾക്ക് സമീപവും വഴിയോരങ്ങളിലും തിരഞ്ഞു. കണ്ടില്ല. രാത്രിയുടെ നിശബ്ദതയിൽ അയാൾ പള്ളിമുറ്റത്തെ മദർ മേരിയുടെ ബിംബത്തിലേക്ക് നോക്കി. ശാന്തമായി തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപം. മാധവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അജ്ഞാതയായ ഒരു കുഞ്ഞു കൂട്ടുകാരിയെ അയാൾക്ക് എവിടെ വെച്ച് കളയണമെന്ന് തോന്നി. ആ നിമിഷം മുതൽ, ഇന്നു മുതൽ, ഇനി മുതൽ ഞാൻ നിന്നെ മേരി എന്ന് വിളിക്കുന്നു, അയാൾ മനസ്സിൽ പറഞ്ഞു. എൻ്റെ മേരി. മദ്യത്തിൻ്റെ ആലസ്യം വിട്ടകുന്ന ആ രാത്രിയിൽ മാധവൻ പുതിയൊരു നിയോഗം ഏറ്റെടുത്തു. തെരുവുകളിൽ വിശക്കുന്ന കണ്ണുകളെ, അനാഥരായ കുരുന്നുകളെ ചേർത്ത് പിടിക്കുക. കാരണം അവരോരോരുത്തരും മാധവൻ്റെ സ്വന്തം മേരിയായിരുന്നു. പ്രിയരെ, വീണ്ടും ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.